നമസ്കാരം കൂട്ടുകാരെ. എന്താ ട്രേഡിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? ഇന്നലത്തെ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നിഫ്റ്റി ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയെക്കാട്ടിയും ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഈ അച്ചടി വച്ചതുപോലെ തന്നെ എന്ത് പറ്റി? നിഫ്റ്റി എന്ത് ചെയ്തു? നിഫ്റ്റി ഇന്ന് ഏകദേശം ഒരു നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഏകദേശം ഒരു എത്ര പോലും നിഫ്റ്റി കയറി. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസ് മറ്റും നോക്കുമ്പോൾ നിഫ്റ്റി 156 പോയിൻറ്റ് നിഫ്റ്റി ഇന്ന് ഫ്യൂച്ചർ കയറിയിട്ടുണ്ട്. സോ നമ്മൾ നിഫ്റ്റി പറഞ്ഞതുപോലെ നിഫ്റ്റി കയറി എന്ന് പറഞ്ഞ ആ ഒരു ക്യാപ്ഷൻ ഇന്നത്തെ നിഫ്റ്റി മാർക്കറ്റിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താണ്? നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ നിഫ്റ്റിയുടെ മാർക്കറ്റിൻ്റെ ലെവൽ പറഞ്ഞു, ഈ 22,650 മുകളിലൊക്കെ കയറുമെന്ന് പറഞ്ഞു. കയറിയാൽ ഇതുവരെ പോകുമെന്നും ആ രീതിയിലുള്ള ടാർഗറ്റൊക്കെ വ്യക്തമായി പറഞ്ഞായിരുന്നു. അതുകൂടാതെ ഒരു കാര്യം പറഞ്ഞു, നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച വീക്കിലി നല്ല പ്യുവർലി ബാലൻസ് ആയിരുന്നു. ബാലൻസ് ആയതുകൊണ്ട് ഒരു ഇംബാലൻസ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഇന്ന് നമുക്കൊരു ഇംബാലൻസ് മൂവ് തന്നിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇന്നലത്തെ ആ പറഞ്ഞ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ ഓപ്പൺ ചെയ്യുകയും അവൻ മുകളിലോട്ട് പോയി ടാർഗറ്റ് കിട്ടുകയും ചെയ്തു. സോ നമ്മുടെ നമുക്ക് നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെൻറ്റിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. അപ്പം നമുക്ക് നിഫ്റ്റി അറിയണമല്ലോ, നിഫ്റ്റി എങ്ങോട്ട് പോയെന്ന് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് ആ മൂവ്മെൻറ്റിലേക്ക് ഒന്ന് കയറി നോക്കാം. സോ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട്. നമ്മൾ വരച്ച് കാണിക്കുന്ന ഫ്യൂച്ചർ ചാർട്ട് കണ്ടല്ലോ. സോ ഞാൻ എന്താണ് പറഞ്ഞത്, നമ്മുടെ നിഫ്റ്റിയുടെ 615 എന്ന് പറഞ്ഞ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ അവ നിൽക്കുകയാണെങ്കിൽ 670 22,670 ആ ലെവലിലേക്ക് വരുവാനും അതിന് മുകളിൽ പോകുകയാണെങ്കിൽ 22,738 എന്ന് പറഞ്ഞ ആ ലെവലും അതിന് മുകളിലോട്ട് 22,794 അതിന് മുകളിൽ 866 വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ആ പറഞ്ഞ വീഡിയോ വ്യക്തമായി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഇന്ന് ഏകദേശം ഓപ്പൺ ചെയ്തത് 22,616 മുകളിൽ 627 ലെവലിൽ അവൻ ഓപ്പൺ ചെയ്തു. ഈ ലെവൽ വരികയും അവിടെ നിന്ന് പിന്നെ കയറി അവ ഏകദേശം നിഫ്റ്റി 739 നമ്മുടെ ആ ലെവലിന് മുകളിൽ 36 മുകളിൽ വരികയും ഏകദേശം 773 അവിടെ ഹൈ വന്ന് തിരിച്ചിറങ്ങുകയും ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് ആസ് എ ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡറിനെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ട്രേഡും കിട്ടിയിട്ടില്ല. പക്ഷേ നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് നമ്മുടെ ലൈവ് മെൻറ്റർഷിപ്പ് റൂമിൽ നമുക്ക് നിഫ്റ്റിയുടെ ഇനിഷ്യൽ ബാലൻസ് IB എക്സ്റ്റൻഷൻ ട്രേഡ് സെറ്റപ്പ് വഴി നമുക്ക് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഓപ്ഷനിൽ കിട്ടുകയും നമുക്ക് നിഫ്റ്റിയിൽ നമ്മുടെ ഗുഡ് ട്രേഡിംഗ് ഡേ ആയിരുന്നു. എല്ലാ ഇന്നത്തെ പ്ലെയേഴ്സും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് ഇന്ന് മാറി. സോ നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നിഫ്റ്റിയുടെ ലെവൽ. നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഏകദേശം ആ ലെവൽ വരികയും തിരിച്ച് നമുക്ക് ആ ഒരു ചെറിയൊരു മിഡ് ക്യാപ്പിൻ്റെ ഒരു പെട്ടെന്നൊരു കറക്ഷൻ വന്നത് കാരണം മിഡ് ക്യാപ്പ് ഇന്ന് ഇറങ്ങിയതുപോലെ ഈ മിഡ് ക്യാപ്പ് ഈ ഒരു ഇറക്കം കണ്ടോ, ഈ ഇറക്കം നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെ ഒരു ബാധിക്കുകയും നിഫ്റ്റി ആ സമയം കുറച്ച് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് കയറി ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ 736 740 മുകളിൽ അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഗുഡ് പോസിറ്റീവ് ക്ലോസ് ആഫ്റ്റർ എ ലോങ് ടൈം. നല്ലൊരു പോസിറ്റീവ് ക്ലോസ്, പ്രത്യേകിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള നല്ലൊരു പോസിറ്റീവ് ക്ലോസാണ് നിഫ്റ്റിയിൽ. നിഫ്റ്റി ട്രേഡേഴ്സ് ചിയറപ്പായ ദിവസമാണ്. വി ഗോട്ട് എ ഗുഡ് പ്രോഫിറ്റ്, ഹാപ്പി ഹൂറേ എന്ന് പറഞ്ഞ ദിവസമായിരുന്നു നിഫ്റ്റി സംബന്ധിച്ച്. നമ്മുടെ ലൈവ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ ലൈവ് റൂമിൽ നമുക്ക് ട്രേഡേഴ്സൊക്കെ നല്ല പ്രോഫിറ്റ് എടുത്തു. വി ആർ ഹാപ്പി ടുഡേ. സോ നിഫ്റ്റി ട്രേഡേഴ്സിന് ഹാപ്പിയായി. ഇപ്പോൾ നമുക്കിനി നിഫ്റ്റി ട്രേഡേഴ്സിൻ്റെ നമുക്ക് ഓർഡർ ഫ്ലോ ആൻഡ് മാർക്കറ്റ് പ്രൊഫൈലിലേക്ക് വ്യൂവിലേക്ക് പോവാം. ആ വ്യൂ വെച്ച് നമുക്ക് തിരിച്ച് ഈ ലെവലിലേക്ക് വന്ന് നമുക്ക് മാർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാമല്ലോ. അപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ ആ ഓർഡർ ഫ്ലോ മാർക്കറ്റ് പ്രൊഫൈൽ ലെവലിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ട്. നിഫ്റ്റി ഇന്നലെ നമ്മൾ പറഞ്ഞ നിഫ്റ്റി ഇന്നലെ ഒരു ബാലൻസ് പ്രൊഫൈലായിരുന്നു ഒരാഴ്ചയായിട്ട്. ആ ബാലൻസ് പ്രൊഫൈലിലെ വാല്യൂ ഏരിയ ഹൈ ആയ 22,615 മുകളിൽ അവൻ ഓപ്പൺ ചെയ്യുകയും ഏകദേശം ഓപ്പൺ ചെയ്ത് ഈ ഭാഗത്താണ് 652 ഭാഗത്ത് ഓപ്പൺ ചെയ്ത് ചെറുതായി താഴെ വന്നു. തിരിച്ചവൻ കയറുകയും അതിനുശേഷം ഓരോ കയറ്റം കയറി ഹാഫ് IB അതായത് നമ്മുടെ ഇനിഷ്യൽ ബാലൻസ് IB എക്സ്റ്റൻഷൻ ട്രേഡ് സെറ്റപ്പിലെ ഫസ്റ്റ് ടാർഗറ്റ് തരികയും സെക്കൻഡ് ടാർഗറ്റ് തരാതെ തിരിച്ച് ഏകദേശം ഫസ്റ്റ് ടാർഗറ്റിന് മുകളിൽ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ട് പ്രകാരം നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. നിഫ്റ്റി ഇന്ന് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇന്ന് POC മുകളിലോട്ട് മെർജ് ചെയ്ത് ഏകദേശം 22,740 POC ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 750 നമ്മുടെ ലാസ്റ്റ് ടെക്ക് വന്നിരിക്കുന്ന 750 ഭാഗത്താണ്. 750 നമ്മളെ POC ക്ലോസ് ചെയ്തിരിക്കുന്ന 740 VWAP വന്നിരിക്കുന്നത് 22,711 ലെവലിലുമാണ്.
സോ ഞാൻ കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷ് പറയുന്നത് കുറച്ച് അത് ശീലമായി പോയതാണ്, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ 22,750 നമ്മൾ ക്ലോസ് ചെയ്യുകയും നമ്മുടെ POC വന്നിരിക്കണം, പോയിന്റ് ഓഫ് കൺട്രോൾ വന്നേക്കുന്നത് 22,740 അപ്പോൾ നാളത്തെ സിനാരി എങ്ങനെ നമുക്ക് നോക്കണം. എന്ത് സിനാരിയാണ്? നാളെ നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? നാളെ നമ്മളെ മാർക്കറ്റ് ഈ 740 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്കൊരു ടാർഗറ്റ് പെൻഡിങ് ഉണ്ട്. ഫെയിൽഡ് ഓപ്ഷൻ വീക്കിലിയിൽ നടന്ന ഫെയിൽഡ് ഓപ്ഷൻ ടാർഗറ്റായ 22,798 അഥവാ 22,801 ആ ടാർഗറ്റ്. ഈ ലെവലിലേക്ക് നിഫ്റ്റിക്ക് ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഈ 22,801 മുകളിലാണെങ്കിൽ 22,870 ഈ 22,870 മുകളിലാണെങ്കിൽ ഈ 22,950 എന്ന SD ബാൻഡിൻ്റെ ലെവലും വരാം. അപ്പം നമ്മൾ വ്യക്തമായി ഓർത്തോളുക, 22,740 മുകളിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. എന്നിട്ടാണ് നമ്മുടെ വീക്കിലി FA ഫെയിൽഡ് ഓപ്ഷൻ വീക്കിലി കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. ആ ഫെയിൽഡ് ഓപ്ഷൻ വീക്കിലി FA പ്രകാരമുള്ള നിഫ്റ്റിയുടെ ടാർഗറ്റ് എന്ന് 22,791 അതായത് 801 റേഞ്ചാണ്. അപ്പം ആ റേഞ്ച് വരികയും അതിന് മുകളിൽ 872 അതിന് മുകളിൽ 22,958 വരാം. ഇനി നമുക്ക് താഴോട്ട് നോക്കണം. താഴോട്ട് നോക്കണമെങ്കിൽ 740 താഴെ വരുമ്പോൾ ഈ ഒരു 690 എന്ന് പറഞ്ഞ ഒരു HVN ലെവലായ 690 വരുവാനും ഈ 690 താഴെ അടുത്തത് ഈ ഒരു ഓപ്പണിംഗ് ലെവലായ 22,650 വരാൻ ചാൻസ് ഉണ്ട്. ഈ 22,650 താഴെ അവനെ സംബന്ധിച്ച് നിഫ്റ്റി ഏതാണ് സപ്പോർട്ട്? ഈ നമ്മുടെ ബാലൻസ് ഏരിയ ആയ കഴിഞ്ഞ 5 ദിവസത്തെ ബാലൻസ് വന്നിട്ടുണ്ട് വാല്യൂ ഏരിയ ഹൈ ആയ 22,616 സപ്പോർട്ട്. ഈ 616 താഴെ വരുമ്പം വീണ്ടും നമ്മളെ പഴയ ഒരു നമ്മൾ ചുരുളിക്കകത്ത് പെട്ട പോലെ വീണ്ടും പഴയ പോലെ 80% റൂൾ പ്രകാരം അവ എങ്ങോട്ട് പോകും? 22,616 താഴെ ഈ POC ആയ 22,557 അതിന് താഴെ ഈ വാല്യൂ ഏരിയ ലോ ആയ 22,533 ടെസ്റ്റ് ചെയ്യും. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് മുകളിലോട്ടും താഴോട്ടും ട്രെൻഡുണ്ട്. കുറച്ച് നാൾ ഏകദേശം 5-6 ദിവസത്തെ ബാലൻസ് ശേഷം നിഫ്റ്റി ഇന്ന് ഊർജ്ജം വീണ്ടെടുത്ത് മുന്നോട്ട് പോയ ദിവസമാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് ക്ലോസിംഗ്. സ്വാഭാവികമായിട്ടും നമുക്ക് അപ്പർ ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണ്ടേ? ആ ലെവലൊക്കെ നമുക്ക് നമ്മുടെ ഓർഡർ ഫ്ലോ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സ് നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഓർഡർ ഫ്ലോ ഒക്കെ പോവാം. നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നിഫ്റ്റി ഓർഡർ ഫ്ലോ ചാർട്ടാണ്. ഓർഡർ ഫ്ലോ ചാർട്ട് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ അധികം ഇന്ന് മോർണിംഗിൽ നല്ലൊരു കിടിലം ബൈ ഉണ്ടായിരുന്നു. ഏകദേശം നല്ലൊരു ബൈ മോർണിംഗിൽ തരികയും ഈ 650 ലെവലിൽ ബൈ തരികയും അവിടെ നിന്ന് പിന്നെ അവൻ കയറിപ്പോയി നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വരികയും VWAP ടെസ്റ്റ് പോലും ചെയ്യും. VWAPൻ്റെ ആ ഭാഗത്ത് വന്ന് ഇമ്മീഡിയറ്റ് തിരിച്ച് കയറിപ്പോയി. ഈ VWAPൻ്റെ അവിടെ വരാൻ തന്നെ കാരണം ആ മിഡ് ക്യാപ്പിൽ ചെറിയൊരു ഫാൾ വന്നില്ലേ, ആ ഫാളാണ് ഇതിനെ ഒന്ന് താഴോട്ട് കൊണ്ടുവന്നത്. എന്നിരുന്നാൽ പോലും അവൻ നിൽക്കുക, തിരിച്ച് കയറിപ്പോയി ഓൾമോസ്റ്റ് ഹൈ തന്നെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് കിടിലൻ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. അതുപോലെ ഡെൽറ്റ ഏകദേശം 13,000 മുകളിൽ ഡെൽറ്റ ഇന്നുണ്ട്. അപ്പോൾ നല്ലത് ബയേഴ്സിൻ്റെ ഡിമാൻഡ് ഏരിയ ആണ്. പ്യുവർലി ബയേഴ്സിൻ്റെ കയ്യിലായിരുന്നു നിഫ്റ്റി നിന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ആ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്തിനാണ് മാർക്ക് ചെയ്യണത്? നമുക്ക് ട്രേഡ് ചെയ്യാൻ പ്രയോജനപ്പെടാൻ വേണ്ടി നമുക്ക് മാർക്ക് ചെയ്യാം. സോ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കളിക്കാം. മാർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നിഫ്റ്റി നമ്മുടെ ഇന്നത്തെ POC ഏതാണ് നിഫ്റ്റിയിൽ? ഇന്നത്തെ POC വന്ന് 22,740. ഈ POC നമ്മളിവിടെ ഇത് ഒന്നും വേണ്ട, നമുക്ക് ഈ കളറൊക്കെ ഡിലീറ്റ് ചെയ്യളെ. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യളെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് വയ്ക്കാൻ പറ്റും. ഇതൊക്കെ ഡിലീറ്റ് കളയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും. ഇത് നോക്കാം നമുക്ക്. ഇപ്പം 22,740 ആണ് നമ്മുടെ നിഫ്റ്റിയുടെ POC. ഇതാണ് 740 മാർക്ക് ചെയ്തിട്ട് ഞാൻ മൗസാണെങ്കിൽ അങ്ങ് പറന്ന് പോകണം. താഴെ വാ മൗസ്. ഓക്കെ, 740 ഞാൻ എൻ്റെ POC മാർക്ക് ചെയ്തു. ഇതാണ് നമ്മളെ POC. ഇനി നോക്കേണ്ടത് ഈ POCക്ക് മുകളിൽ അവ എങ്ങോട്ട് പോകുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്രയാണ് 791 അല്ലെ 801. ആ ഈ ലെവലാണ് ഫസ്റ്റ് ടാർഗറ്റ് നമ്മളെ. ഓക്കെ, നമുക്കൊന്ന് വൃത്തിയായി വരയ്ക്കാം. അവൻ കറക്റ്റായി വരുന്നില്ല. അപ്പം 801 എന്ന് പറഞ്ഞാൽ ഈ ലെവലിലേക്കാണ് ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, അതിൻ്റെ കളർ മാറ്റാം. ബ്ലാക്ക് അല്ലേ ഫസ്റ്റ് ടാർഗറ്റ്. ഇനി അടുത്ത പറഞ്ഞ ലെവലെന്ന് പറഞ്ഞാൽ 871. അതും കൂടെ അത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 871 താഴെ അടുത്തതെന്ന് പറഞ്ഞാൽ 958 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാർഗറ്റ് വരാം. SD ബാൻഡിൻ്റെ ഹൈ ആയ 958 നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി താഴോട്ടുള്ള സപ്പോർട്ട് എത്രയാണ്?
താഴോട്ട് ഫസ്റ്റ് സപ്പോർട്ട് നമുക്ക് 691 എന്ന് പറഞ്ഞ ഈ ഒരു VWAP ഏരിയ. ഓക്കെ, അതിന് താഴെ നമ്മൾ അടുത്ത സപ്പോർട്ട് 650, എന്നത് ഓപ്പണിംഗ് വന്ന 650 എന്ന് പറഞ്ഞ ഏരിയ. ഓക്കെ, അത് ആ 640 വന്നാൽ കുഴപ്പമില്ല, 650 വെച്ചാൽ മതി. അതിന് താഴെ നമുക്ക് 616 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ ഏരിയ ഹൈ, വാല്യൂ ഏരിയയുടെ ഹൈ ആയ 616, അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിന് താഴെ പോയാൽ 556 എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ POC, ഇന്നലത്തെ ബാലൻസ് ഏരിയയുടെ POC. ഓക്കെ, ഇതാണ് നമ്മുടെ താഴെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഓർത്തോളൂ, നിഫ്റ്റി സംബന്ധിച്ച് നാളെ 740 മുകളിൽ അവൻ നിൽക്കുകയാണെങ്കിൽ 801, അതിന് മുകളിൽ 871, അതിന് മുകളിൽ 958. ഇനി 740 താഴെയാണെങ്കിൽ 691, 650, അതിന് താഴെ 616, അതിന് താഴെ 556. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഏതിലേക്ക് പോവാം? നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിലേക്ക് പോവാം. ഏതാണ്? ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് ലെവലിലേക്ക് പോവാം. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ആശാൻ നോർമൽ ഡേ ആണ്. എന്താണ് ബാങ്ക് നിഫ്റ്റി? നമുക്ക് ഇറ്റ്സ് എ നോർമൽ ഡേ. മാർക്കറ്റ് ഇവിടെ തന്നെ ഏകദേശം ഓപ്പൺ ചെയ്തു, IBH ബ്രേക്ക് ചെയ്ത് എക്സ്റ്റൻഷൻ തന്നെങ്കിൽ പോലെ അവൻ ഓൾമോസ്റ്റ് ഈ ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ POC വന്നേക്കണമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ POCയും VWAP ഏകദേശം അലൈൻഡായി നിൽക്കുന്നതുകൊണ്ട് 694 എന്ന് പറഞ്ഞ ലെവലാണ് ഇന്നത്തെ POC. ആ 694 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായ സ്പൈക്കിൻ്റെ റൂൾ പ്രകാരമുള്ള 48,955, അതായത് അതിനു മുമ്പ് ഇന്നത്തെ ഹൈ വരും. അതായത് ഈ 695 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ ആയ 840, 850യും ഈ 850ക്ക് മുകളിൽ 955 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും, സെക്കൻഡ് 955, അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 49,240 വരാൻ ചാൻസ് ഉണ്ട്. സോ ക്ലിയർ ആയല്ലോ നിങ്ങൾ? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 48,700 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 48,850, അതിന് മുകളിൽ 955, പിന്നെ 49,240 വരാനുള്ള ചാൻസും ഉണ്ട്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ അവൻ ഫസ്റ്റ് ഇന്നത്തെ, അതായത് ഈ 48,630 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ ഹയർ ചാൻസ് 48,505 ടെസ്റ്റ് ചെയ്യാനും, ഈ 505 താഴെ ഞാൻ ഇന്നലെ പറഞ്ഞ 449, അതിന് താഴെ ഈ ഇന്നലത്തെ POC ആയ 48,368 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നാളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നൊരു സ്പൈക്ക് ഉണ്ടായിരുന്നു. ആ സ്പൈക്ക് ഇന്ന് ക്ലിയർലി പറയുകയാണെങ്കിൽ ഇന്ന് ആ ഓപ്ഷൻ ആ ഭാഗത്ത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എൻ സ്പൈക്ക് അക്സെപ്റ്റൻസ് റൂൾ എന്ന് പറയും. സ്പൈക്കിൻ്റെ ആ ഭാഗത്ത് തന്നെ ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും കയറി ഏകദേശം സ്പൈക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത് അതേ ഭാഗത്തിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും സ്പൈക്കിൻ്റെ റൂളായ സ്പൈക്കിന് 48,725 മുകളിൽ നിൽക്കുകയാണെങ്കിൽ സ്പൈക്ക് അക്സെപ്റ്റ് ചെയ്യുകയും പുതിയ ടാർഗറ്റ് തരാനുള്ള ചാൻസും കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ കുറച്ചും കൂടെ വോളറ്റിലിറ്റി പ്രതീക്ഷിക്കുന്നത് ഇനി വരാൻ പോകുന്ന റിസൾട്ട് അനുസരിച്ചായിരിക്കും. സോ ഇനി വരുന്ന റിസൾട്ടുകളിൽ നിഫ്റ്റിക്കാണ് കുറച്ചും കൂടെ വെയിറ്റേജുള്ള റിസൾട്ട് വരാൻ പോകുന്നത്, ഇൻഫോസിസും DCSിൻ്റെ ഒക്കെ. അപ്പം കുറച്ചുകൂടി നിഫ്റ്റിക്കായിരിക്കും വരുന്നത്. അപ്പം ഈ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എല്ലാവർക്കും ഈ വീഡിയോ കാണുക, ഒരിക്കലും കൂടി കാണുക, റിപ്പീറ്റായി കാണുന്ന നിങ്ങൾ ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങളെ ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ ഇത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. നമ്മുടെ ലൈവിൻ്റെ ട്രേഡിംഗ് റൂമോ മെമ്പർഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങളത് ക്ലിയർ ആക്കി തരുന്നതാണ്. സോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ.